ചിക്കൻ ബിരിയാണി എന്നും ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് പുതിയ രുചിയിൽ നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമുക്ക് പുതിയൊരു രുചിയിലുള്ള ചിക്കൻ ബിരിയാണി റെഡിയാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 10 പേർക്കുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 10-12 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ 2 കിലോൻ്റെ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ചിക്കനാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമുക്കിഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. ഒരു ചിക്കൻ 8 പീസാക്കുന്നെങ്കിൽ 8 പീസാക്കുക, ഇല്ലെങ്കിൽ എത്ര പീസാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കാശ്മീരി മുളകാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് ലെമൺ നാരങ്ങ പിഴിഞ്ഞതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ ചിക്കനിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളിയാണ് കേട്ടോ, ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ 4 ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 4 ഉള്ളി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഓയിലാണ് കേട്ടോ. ഏത് ഓയിലാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഓയിലാണെങ്കിൽ ഓയിൽ. അപ്പോൾ ഞാനിത് 500 ml വെളിച്ചെണ്ണ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ സവാള പൊരിച്ചെടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്നിച്ചിടാൻ പാടില്ല. കുറച്ചൊരു 4 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കണം. നന്ന ഡാർക്ക് ആവണ്ട, ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. നന്ന ഡാർക്കായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ. അതും അങ്ങനെ നമ്മൾ പാത്രത്തിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടത്. ഇതിപ്പോൾ 2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ എടുക്കലായേ. ഇനി അടുത്തത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഒരു മൊരിഞ്ഞ രൂപത്തിൽ വരണം കേട്ടോ. പൊരിഞ്ഞ രൂപത്തിൽ എന്താ പറയുക, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അടുത്ത് മറന്നുപോയി. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം. എന്താണ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, പിന്നെന്താ ബേ ലീഫ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതായിട്ടാകുമ്പോൾ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 പിടി കറിവേപ്പില, 1 പിടി മല്ലിയില, 1 പിടി പുതിന, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 4, 5, 6 ടേബിൾ സ്പൂണോളം തൈര്. ഈ തൈര് പുളിയില്ലെങ്കിൽ നമുക്ക് 1 ലെമൺ കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മളെ സവാള ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് വേവാൻ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് എനിക്ക് ഫസ്റ്റ് വിട്ടു പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്ന ടൈമിലും ഇത് ചേർത്ത് കൊടുക്കണം. എനിക്ക് വിട്ടുപോയി അത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇത് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മസാലയൊന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മളെ ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ 2 കിലോ ചിക്കന് 1.5 കിലോന് അരിയാണ് കേട്ടോ എടുക്കുന്നത്, ചോറാണ് വെക്കുന്നത്. 2 കിലോ ചിക്കന് 1.5 കിലോ റൈസ്, ജീരകശാല റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ 1.5 കിലോ റൈസിൻ്റെ ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 10-12 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. സുഖമായിട്ട് കഴിക്കാം, നല്ല പാങ്ങിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കണം കേട്ടോ.
പിന്നെ നമുക്ക് ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് മിൽമ ഗീ ഉണ്ടല്ലോ, നെയ്യ്, അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിപ്പയിലേക്ക് ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാടല്ല, ഒരു നല്ലൊരു സ്മെല്ല് വരും. നല്ലൊരു റൈസ് റോസ്റ്റ് ആയതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം വേണ്ടത്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1.5 കിലോന് റൈസ് നിങ്ങൾ ഒരു കപ്പിലേക്ക് അളക്കുക. അപ്പോൾ ആ കപ്പിന് 1 കപ്പിന് 1.5 കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ലെമൺ പിഴിഞ്ഞിട്ട് ആ ലെമൺ അതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും കൂടി ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ആ ടൈമിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം, തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് രണ്ടാമതും ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. ഇത് നല്ല ചൂടായത് കൊണ്ടാണ് ആ ഒരു നല്ല വെറുവെറിയായിട്ടുള്ള ഒരു ചോറ് തന്നെയാണ് കേട്ടോ ഇത് കിട്ടൽ. അപ്പോൾ ഇത് വെന്തിനോ നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ദമ്മിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ദമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇതിൽ നിന്ന് പകുതി ചോറ് മാറ്റി വെക്കുന്നു, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യുക. പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം മിൽമ നെയ്യ് ഉണ്ടല്ലോ, മിൽമ നെയ്യ്, പശു നെയ്യ് ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ടെങ്കിൽ അത് കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം കൂടി 2 റൈസിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചതിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മളെ ചോറിന് നല്ലൊരു മണവും രുചിയും ഉണ്ടാവും കേട്ടോ. ആ ഒരു സീക്രട്ടാണ് കേട്ടോ. അധികമായിരിക്കും അങ്ങനെ അറിയാത്തൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ആ ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസ് ചോറുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു ലെവലാക്കി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് സവാള ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിനെ, അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മുകളിലേക്ക് അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതാണ് സംഭവം ഇത് കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ദമ്മിൽ വെക്കാം. ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പോൾ സെറാമിക്കിൻ്റെ പോട്ടായതുകൊണ്ട്, പാത്രമായതുകൊണ്ട് വേറെ ഫോയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അടിപൊളി പാത്രമാണ് കേട്ടോ ഇത്. നല്ല ദമ്മായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നല്ല ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മളെപ്പോൾ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ബിരിയാണി കുറച്ച് മൊഞ്ചായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കുക കേട്ടോ. ഒരു റൗണ്ട് ബൗളില്ലേ, കുഴിയുള്ള ബൗൾ എടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2 കൈയിലോളം ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ, നമ്മൾ എടുക്കുന്ന ബൗളുണ്ടല്ലോ അതിലിട്ട് കൊടുക്കുക. ചിക്കനും ചോറും ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കണം. ആ കയ്യിൽ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.